Hello guys, welcome back to the channel. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമുക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയേക്കാണ്. നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നോക്കുകയെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കിട്ടിയതിൻ്റെ ഒരു പുറത്തുള്ള ആക്രാന്തത്തിൻ്റെ പുറത്ത് സാധനം ഞാൻ ഐസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം അൺബോക്സിങ് ആയിരിക്കില്ല. എല്ലാവരോടും അതിന് തന്നെ നമ്മൾ സോറി പറഞ്ഞിട്ട് അടുത്തത് വീഡിയോ തുടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ തുറന്നു നോക്കണം എന്നുള്ളൊരു ഒരു അറിയാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു സംഭവം കിട്ടി. സംഭവം വേറൊരു കോമഡി കൂടി ഉണ്ട്. ഈ സാധനം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് ഈ ഒരു സംഭവത്തിൻ്റെ കൊറിയർ UPS കൊറിയറാണ്. അവർ നേരത്തെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ID കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ നൈസായിട്ട് ആ ഒരു സാധനം വരുന്നത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ദേ ഇരിക്കണം ഈ സാധനം. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ തന്നെ അവിടെ കണ്ണി കണ്ട കത്തി സാധനങ്ങളൊക്കെ എടുത്ത് വെട്ടിമുറിച്ച് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നൈസായിട്ട് സംഭവം അങ്ങനെയാണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ പിന്നെ ആ ഒരു കിട്ടിയൊരു ആക്രാന്തത്തിൻ്റെ പുറത്ത് വേറൊന്നുമല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. നമുക്കൊരു സംഭവം നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ഏതൊരു യൂട്യൂബറുടെയും നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ കൊണ്ടൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും കൊണ്ട് മാത്രമാണ് നമുക്ക് എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു പ്ലേ ബട്ടൺ യൂട്യൂബ് അയച്ചു തന്നെ. അല്ലാണ്ട് പിന്നെ ഞാൻ ചുമ്മാ വീഡിയോ ഇട്ടിട്ട് നിങ്ങളാരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആരെന്ത് തരാരാ. അപ്പോൾ അതിന് തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക്, പിന്നെ ഒരു താങ്ക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ യൂട്യൂബിലേക്ക് എങ്ങനെയാണ് വന്നത്, കഥകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. കുറേ പേർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് നൈസായിട്ടൊന്ന് പറയാം. അതിന് മുന്നേ ഈ സാധനം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണമല്ലോ. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ വെട്ടിപ്പൊളിച്ച സാധനമാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് കാണണമല്ലോ. അതിന് വേണ്ടി നമുക്ക് തുറക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലേ ബട്ടൺ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ അൺബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ പൊട്ടിച്ചേരണം പിന്നെ സീനൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് അയക്കാണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ അയച്ചോട്ടാ. അത് സൂം ചെയ്തടാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തരുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സിൽ അയച്ചാൽ മതി. എനിക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു സംഭവമാണ് ഇരിക്കുന്നുണ്ടാവുക. പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടുന്നത് സൂസൻ ചേച്ചിയുടെ കത്താണ്. സൂസൻ ആരാന്ന് നിങ്ങൾക്കറിയാം, എന്താ പറയുക യൂട്യൂബിൻ്റെ CEO കാര്യങ്ങളൊക്കെയാണ്. ഈ കത്തും നിങ്ങളെല്ലാവരുടെ അടുത്തും കണ്ടിട്ടുണ്ടാവും. ഈ നമ്മൾ 1 lakh പാസ് ചെയ്ത് സംഭവമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണെന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കത്താണ്. അത്യാവശ്യം കട്ടിയുള്ളൊരു കടലാസിൽ നല്ല വൃത്തിക്കുള്ളൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വീശാനും യൂസ് ചെയ്യാം, നല്ല കാറ്റിട്ടു. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ വേറൊരു നൈസായിട്ടുള്ള എന്താ പറയുക ഒരു സാധനം ഉണ്ടായിരുന്നു. ഐ മീൻ പൊതിഞ്ഞിട്ടൊരു കടലാസല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് തന്നത്. അപ്പോൾ ഇതും എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റഡ് ടു Razeen ഫോർ പാസിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മളുടെ മുതലെന്ന് പറയുന്ന സാധനം. എങ്ങനെയുണ്ട് സാധനം? ലുക്കല്ലേ ഈ അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കാം. വേറെ കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. റിക്കിൻ്റെ ഒരു കാർഡുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിന് വല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചയക്കാനുള്ള മെയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തിനോ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്, നമ്മളെ ഡയമണ്ട് പ്ലേ ബട്ടണും അതേപോലെ തന്നെ ഗോൾഡനും സിൽവറും ഒക്കെ വെച്ചിട്ട് ഷെയർ യുവർ റെക്കഗ്നിഷൻ ബൈ അലവിങ് യുവർ ടീം ടു പർച്ചേസ് പേഴ്സണലൈസ് ക്രിയേറ്റർ അവാർഡ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്തായാലും അതിരിക്കുന്നുണ്ട്. പിന്നെ സിലിക്ക ജെല്ലാന്ന് തോന്നുന്നുണ്ട് ഈ സാധനത്തിനൊന്നും പറ്റാണ്ടിരിക്കാൻ. എന്തായാലും എന്തൊരു സംഭവം ആർക്കറിയാം എന്താണാവോ. എന്തായാലും പൊട്ടിക്കണ്ട, അവിടെ നടന്നോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അതിൻ്റെ ഉള്ളിലുള്ള. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ആദ്യം ഇത് വെക്കുക, പിന്നെ ഇത് വെക്കുക. ഇതെവിടെയെങ്കിലും നമുക്ക് കെട്ടി തൂക്കണമല്ലേ, നമ്മളെ വീഡിയോ പിടിക്കണതിൻ്റെ നൈസായിട്ട് ബാക്കിലെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളാവൂലേ. ഈ ഒരു സാധനം കിട്ടാനായിട്ട് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ. കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാരണമൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും കാരനാണ്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വെച്ച് ഇത് എടുത്തു വെക്കട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സ് ഇട്ടാൽ മറക്കണ്ട, എന്തെങ്കിലുമൊക്കെ അയച്ചു തരുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥൻ്റെ എവിടെയാണ്. ഫുള്ള് പോസിറ്റീവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫുള്ള് വൈബാണ് ഇവിടെ. അല്ല ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫുള്ള് കളറാണ് കാര്യങ്ങൾ. നൈസായിട്ട് അവിടെ അമ്പലമുണ്ട്, കണ്ട
നൈസായിട്ട് അവിടെ അമ്പലമുണ്ട്, ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാടൊരു വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു തൃശ്ശൂരുകാരൻ എന്നുള്ളൊരു നിലക്ക് നമ്മളെ പ്ലേപ്പെട്ടോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു തൃശ്ശൂരുകാരൻ എന്നുള്ളൊരു നിലയ്ക്ക് നമ്മളെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാനായിട്ട് ഇതിലും പറ്റിയൊരു സ്ഥലം നമ്മളെ തൃശ്ശൂരുണ്ട്, നിൽക്കുക എന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ട് കേട്ടി നമ്മളെ പൊസിഷൻ കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ. അപ്പം ഇനി നമുക്കിനി ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നതെന്നുള്ള കഥ പറയാം. കഥ എന്നൊന്നും പറയാനൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറയാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ നമ്മളൊരു സാധനത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്താണോ ഈ ഒരു കാര്യം നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോട്ടോ. ഇപ്പോൾ കുറേ പേർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും, ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കുറേ ഫ്രണ്ട്സ് കൂടുതൽ പേര് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവരും കൂടെ ഒന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാം. തുടക്കം വേറെ ഒന്നുമല്ല, ഞാൻ ബിടെക്കിന് പഠിച്ചിരുന്ന ഒരു ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാം ആയിരുന്നു. എക്സാമിൻ്റെ തലേദിവസം നമ്മൾ പൊതുവേ ഭയങ്കര വലിയ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെ കുത്തിപ്പൊക്കി അവനെ വിളിച്ച് നമ്മളെ ബൈക്കുമ്പോൾ കയറ്റി അങ്ങനെ ഒരു ട്രാവൽ വീഡിയോ ആണ്, വട്ടവടക്ക് ട്രാവൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഫസ്റ്റത്തെ വീഡിയോ ഏകദേശം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ആ വീഡിയോ ചെയ്തിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ. ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോമഡിയാണ്. അന്ന് എൻ്റെ കയ്യിൽ ഫോൺ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവൻ്റെ ഫോണിൽ ശ്രീയേഷ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ വീഡിയോയിൽ അവനുണ്ട്, ഫുള്ളുണ്ട്. അവൻ്റെ കുറേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു അത്. കാര്യം നമുക്കന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ചാനൽ നമ്മൾ തുടർന്നുകൊണ്ട് പോകുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത വീഡിയോ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമെന്ന് പോലും അറിയില്ലായിരുന്നു. ആ സമയത്ത് അഫ്ലുവിന് ചാനലുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അനിയന്. ആ ഒരു സമയത്ത് അവന് ഫുള്ള് ഇങ്ങനെ തകർക്കായിരുന്നു. പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ കൊല്ലങ്ങൾ മുന്നേ ആയിരുന്നു വേറൊരു ചാനലുണ്ടായിരുന്നു. അത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ അന്ന് ഇതിൻ്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളും നമുക്ക് അറിയാത്തതുകൊണ്ടും ബുദ്ധിയും വിവരവും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അന്നൊക്കെ അറിയില്ലായിരുന്നു എന്താണ് യൂട്യൂബ് എന്നുള്ളത്. എന്നാലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെയൊക്കെ അന്നത്തെ ഒരു ഇതിൽ ആ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അന്നൊരു ചാനൽ തുടങ്ങി. അന്ന് തന്നെ ആഡ്സെൻസ് അപ്രൂവ് ഒക്കെ ആയതാണ്. ബട്ട് എന്താ ചെയ്യുക, ബോധമില്ലായ്മ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ലല്ലോ ആ ഒരു സമയത്ത്. പിന്നെ പ്രായത്തിൻ്റെ ഒരു അപക്വമായിട്ടുള്ളൊരു ഇത് വിട്ടുകളാണ്. അപ്പോൾ അതിനുശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്നാറായിരുന്നല്ലോ പഠിച്ചിരുന്നത്. നൈസായിട്ട് വട്ടവടയിലോട്ടായിരുന്നു ഒരു ട്രിപ്പ് പോയത്. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ അന്നൊരു ബോറടി മാറാനായിട്ട് നൈസായിട്ട് വട്ടവടക്ക് ഒരു ട്രിപ്പ് പോയി. ആ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിരുന്നു. ബൈക്ക് എടുത്ത് പോയി, മഴയൊക്കെ പെയ്തു, മഴയത്ത് പെട്ടു, പിന്നെ തട്ടിമറിഞ്ഞ് ബൈക്ക് വന്ന് തലകുത്തി വീടു, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായ ഒരു ട്രിപ്പാണ് ആ ട്രിപ്പ്. അതിനുശേഷം ആ വീഡിയോ ഇത് ചെയ്തു, പിന്നെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വലിയ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അത്യാവശ്യം ചുമ്മാ എഡിറ്റൊക്കെ ചെയ്ത് വിൻഡോസ് മൂവി മേക്കറിലാണ്. ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. വിൻഡോസ് മൂവി മേക്കർ, പിന്നെ ഇടയ്ക്ക് കൈൻ മാസ്റ്റർ, അതല്ലാണ്ട് നമ്മൾ പ്രീമിയർ പ്രോയിലോട്ടോ ഇതിലോട്ടൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വേറെ ഒന്നല്ല, ലാപ്പൊന്നും അത്ര വലിക്കണില്ല. ഒന്ന് നല്ലൊരു വാങ്ങിയിട്ട് വേണം അതിൽക്കൊക്കെ പഠിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണ് അങ്ങനെ വീഡിയോ പിടിച്ചു, വീഡിയോ എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്ത ആ ഒരു സമയത്ത് എന്താണെന്നറിയില്ല കുറച്ച് വ്യൂ കാര്യങ്ങൾ ഒരു 100 വ്യൂ ഒക്കെ കിട്ടിയപ്പോൾ, അതായത് ചറപറ ഷെയർ ചെയ്തിട്ടാണ് കണ്ട എല്ലാവർക്കും വാട്സപ്പിലുള്ള കോൺടാക്ട്സ് മുഴുവൻ ഷെയർ ചെയ്ത്, പിന്നെ പോരാത്തതിന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത്, അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരു 100 വ്യൂ കിട്ടിയപ്പോൾ എനിക്ക് തന്നെ തോന്നി 100 ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ, 100 ആൾക്കാർ നമ്മളെ വീഡിയോ കാണാനോ. അങ്ങനെ തോന്നിയപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അടുത്ത വീഡിയോ വേണമല്ലോ, അടുത്ത വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ പിടിക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒപ്പം പോയി അവൻ്റെ ഫോണിലൊക്കെയാണ് പിടിച്ചത്. അങ്ങനെ ആദ്യത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പിള്ളേരൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് ജീവിച്ച് പോയി. പിന്നെയാണ് എനിക്ക് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ കിട്ടിയത്. അതിന് ശേഷമാണ് ഇതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ എങ്ങനെയൊക്കെയോ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളോടൊക്കെ നമ്മളുടെ ചാനൽ ഒരു വർഷം കൊണ്ട് തന്നെ, ഒരു വർഷത്തിന് മേലെ എടുത്തു, ഒരു വർഷം ഫ്യൂ മന്ത്സ് അത്രയും കൊണ്ട് തന്നെ 1 lakh സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയുണ്ട്. ഇന്ന് ഈ വീഡിയോ അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ഇതുണ്ടായിരുന്നില്ല. കാര്യം തീരെ വയ്യ. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്. തീരെ വയ്യാത്തതുകൊണ്ടും പിന്നെ നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടും ഈ ഒരു അൺബോക്സ് ചെയ്യാതെ എങ്ങനെ നിൽക്കും എന്നുള്ളൊരു ഇതിൽ അൺബോക്സ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു കാര്യമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ ഒരു ജേണി കാര്യങ്ങളെന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല എൻ്റെ ജേണി. ബട്ട് പ്ലേ ബട്ടൺ സംഭവമാണ്. പ്ലേ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ആ സാധനം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായതുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ആ ഒരു ആക്രമണത്തിലാണല്ലോ നമ്മൾ പ്ലേ ബട്ടൺ ആരോടും പറയാണ്ട് പെട്ടെന്ന് തന്നെ കീറി മുറിച്ച് പൊട്ടിച്ചത്. അതിന് വീണ്ടും സോറി പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം, എന്നോട് ക്യൂ എന്നെ നടത്തുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്യൂ എന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, വേണ്ടാന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു Q&Aക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഉടായ്പ ചോദ്യങ്ങൾക്കും എല്ലാത്തിനും ഉത്തരം തരാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്നു. മുന്നേ ഞാൻ 1-2 Q&A ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ആ Q&A വേണോ വേണ്ടതെന്ന് പറയാം. അതുകഴിഞ്ഞിട്ടല്ലേ പിന്നെ ചോദ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെന്താ പറയേണ്ടത്? പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളിലോട്ടൊക്കെ വന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസ്, പഴയ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്ളോഗുകൾ മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അതായത് ട്രാവൽ വ്ളോഗ്സ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇപ്പോൾ യാത്ര ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് കാര്യങ്ങൾ അതേപോലുള്ളൊരു ഇതും, പിന്നെ പോരാത്തതിന് സമയമില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടും, പിന്നെ പിള്ളേരും എല്ലാവരും ബിസി. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ട്രാവലിങ് കുറവ്. പിന്നെ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിലും അങ്ങനെ അധികം വീഡിയോസ് ഇപ്പോൾ ചെയ്യൽ കുറവാണ്. ഇനി ചെയ്യണം, നല്ല രീതിക്കുള്ള കുറച്ച് ട്രാവൽ വീഡിയോസ് ചെയ്യാൻ എനിക്ക് നല്ല പ്ലാൻ ഉണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ ആ ട്രാവൽ വീഡിയോസ് ചെയ്തിങ്ങനെ വന്ന് ഒരു ഓളെത്തിയപ്പോൾ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ടോക്കൊക്കെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, ചുമ്മാ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസ് പറഞ്ഞപ്പോൾ അതിന് നല്ല രീതിക്കുള്ള റെസ്പോൺസ് അല്ലാന്നുണ്ടെങ്കിൽ അത് ആളുകളൊരു ഇതുണ്ടാക്കേണ്ടെന്ന് എനിക്ക് തോന്നി കാര്യം എൻ്റെ വീഡിയോനെക്കാട്ടിലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ട്രാവൽ വീഡിയോസും ചെയ്യുക, അതിൻ്റെ ഒപ്പം ടോക്കുകളും ചെയ്യുക. പിന്നീട് അങ്ങനെ നമ്മളെ കംഫർട്ട് കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്താ പറയുക, ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് രാത്രി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുക, അതേപോലെ തന്നെ പിന്നെ പകൽ വീഡിയോ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വീഡിയോ ചെയ്യുക, അങ്ങനെയുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ വരുന്നപ്പോൾ പിന്നെ ട്രാവൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രാവൽ ചെയ്യണം. നമ്മളിപ്പോൾ കാര്യങ്ങളുകൊണ്ടും സാഹചര്യങ്ങളുകൊണ്ടും പറ്റാത്തൊരു സ്ഥിതിക്ക് അങ്ങനെയാണ് ഇതിക്കായത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രാവൽ വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യമാണ്. ഒരുമാതിരി എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബർ എന്ന് പറയുക KC നെയ്സ്റ്റാറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും. ആളുടെ വീഡിയോസ് കണ്ടിട്ട് അതേപോലത്തെ ഒരു വീഡിയോ ഒരെണ്ണെങ്കിലും പിടിക്കണം എന്തൊക്കെയാണ് ഒരാഗ്രഹം യൂട്യൂബിൽ വന്നിട്ടുള്ളത്. നടക്കൊന്നുമില്ല, എന്നാലും ആഗ്രഹിക്കണതിന് തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങൾ തന്നെ പറ, നമുക്ക് ആഗ്രഹിക്കണതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതേപോലെ അല്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു കുറച്ച് അകലത്തിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണം. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ Q&A വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് സന്തോഷം, നിങ്ങളാണ് നമ്മളെ ഒരു ചാനൽ വളർത്തിയതും എല്ലാം ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും എന്താ പറയുക, നല്ല ദിനം നേരുന്നു. പിന്നെ ഒന്നുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം, രസം, എന്താല്ലേ ഫുള്ള് പോസിറ്റീവാണ് തൃശ്ശൂർ. അപ്പോൾ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വായോ, തൃശ്ശൂരുകാരല്ലാത്തവർ. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. Once and always, peace.